അളിയ മൈക്ക് സെന്ററിലേക്ക് പിടിച്ചോട്ടാ. ഓക്കെ അല്ലാടാ, അവൻ സംസാരിക്കുമ്പോൾ അവന് കൊടുത്തോളാം. ഹായ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ചെയ്തതാണ്. 29K ആയിട്ടുണ്ട് ഇപ്പോ ഏകദേശം. ശരിക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അല്ലെ. അതേ ടൈമിൽ ഇവർക്കൊരു ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഉദകപ്പോളാന്നാണ് ചാനലിന്റെ പേര്. സംഭവം പരമാവധി ആൾക്കാർ അത് ഫോളോ ചെയ്തോളൂ. എന്തായാലും പുതിയതായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇവര് കൊണ്ടുവരാനും കാര്യങ്ങൾക്കുള്ള പരിപാടികളുണ്ട്. പിന്നെ നാടകത്തില് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരാണ് കേട്ടോ. അപ്പോ നാടകത്തിലും കാര്യങ്ങളും കുറെ നാള് അല്ലെ, രംഗചേതന പോലെയുള്ളതിലും അറ്റ് ടൈം ഇവർക്ക് ഡയറക്ഷൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ. ഇവർക്ക് അതുപോലത്തെ സ്കില്ലുണ്ട്, ഈ പറഞ്ഞ പോലെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ എനിക്കും ഇവര് ചാൻസ് തരാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഉദകപ്പോള ചാനലിൽ ഞങ്ങളുടെ കൂടെ റീൽസ് ചെയ്യാനാണ് ചേട്ടൻ ഉദ്ദേശിച്ചിട്ട് നടക്കില്ല. വേറെ കൊണ്ടല്ല, ചേട്ടൻ അറിയാം ഞങ്ങൾ മാത്രമല്ല വേറെ 2 പേര് കൂടി ഉണ്ട്. വിഷ്ണു ലിൻഡോ എന്ന് പറഞ്ഞ 2 പേര് കൂടിയും ഈ ചാനലിന്റെ കൂട്ടത്തിൽ ഞാനില്ലടാ. അല്ല അങ്ങനെയല്ല ചേട്ടാ, ഞാനും നിഖിലുമാണ്, ഞാനും ഇവരാണ് ചെയ്തെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ ഇവൻ പറയട്ടെ, എപ്പോഴും ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നല്ലേ ചേട്ടൻ പറയാറ്. ഇവൻ സംസാരിക്കണം. നീ പറയടാ. ചേട്ടൻ പറഞ്ഞു ഒരു പ്രൊമോ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനൽ ഇട്ടോട്ടെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത്. ചാൻസ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞ വളരെ പോറല്ലേ ചേട്ടത് മോശമാണ് ചേട്ടാ. എല്ലായിടത്തും എടുക്കുന്നുണ്ട്. ഞാൻ ഒരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ കുറെ കാലം ചോദിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ചേട്ടൻ എടുക്കുള്ളൂ ഞാൻ പറയാതിരുന്ന. ഞാൻ പറയാണ്, തനിക്ക് ലൈസൻസ് ഉണ്ടാ? എന്ത് പറയേണ്ട ആവശ്യമില്ല. തനിക്ക് ലൈസൻസ് ഉണ്ടാ? തനിക്ക് ലൈസൻസ് ഉണ്ടാ? ഇല്ലല്ലോ. പിന്നെ താ ഈ ഗതാഗതത്തിനെ കുറിച്ച് എന്തിട്ട് മാങ്ങാതുലി പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഉപഭോക്താവാണ്, ഗവൺമെന്റിന്റെ ഉപഭോക്താവാണ്. ഗവൺമെന്റിന്റെ ഉപഭോക്താവാണ്. സംഭവം പ്രാങ്കാണ് കേട്ടാ. അല്ല ചേട്ടന് നാടകത്തിനെ കുറിച്ച് വല്ല അറിയോ? എക്സ്ക്യൂസ് മീ അല്ല ചേട്ടൻ ഇത്ര കാലം സിനിമ മോഹി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ചേട്ടൻ അഭിനയത്തെ കുറിച്ച് എന്തിട്ട് അറിയാം? എനിക്ക് അഭിനയത്തിനെ കുറിച്ച് അറിയാം. ഒരു തേങ്ങ അറിയില്ല. നിങ്ങൾ ഇന്നവരെ ഒരു ആക്ടിംഗ് പെർഫോമൻസ് പോലും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ക്യാമ്പ് എത്ര കൂടെ സാധ്യത നടന്നിട്ട് നിങ്ങൾ വന്നിട്ടില്ലല്ലോ. ഞാൻ എല്ലാവരും പങ്കെടുത്തോണ്ട് പറഞ്ഞതാ. പിന്നാലെ വരുന്നത് ചേട്ടനെ കുറച്ച് ഒബ്സർവേഷൻ സ്കില്ലും കുറച്ച് അതെങ്ങനെ പ്രാങ്ക് ആവുന്നത്? ചേട്ടന് താല്പര്യമുള്ള കാര്യങ്ങൾ പറയാ. ചേട്ടാ ഞാൻ സീരിയസ് ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് നമ്മൾ മുമ്പും തല്ലുകൂടിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്കൊരു വ്യക്തിപരമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചായവെന്ന് പറഞ്ഞ ചേട്ടപ്പോഴും അതിനെ പറഞ്ഞ് ജയിക്കാറുള്ളത്. അതുകൊണ്ടല്ല. തനിക്ക് ലൈസൻസ് ഉണ്ടാ? ഇല്ലല്ലോ. തനിക്ക് ഇപ്പോഴും സൈക്കിളിലോട്ടല്ലോ നടക്കണേ. പിന്നെ താൻ എന്തിനാ ഗതാഗത മന്ത്രിക്ക് എല്ലാവർക്കും എതിരെ സംസാരിച്ചോണ്ടോ? ഞാനൊക്കെ ഇതിന്റെ ഉപഭോക്താവാണോ? ഗതാഗത മന്ത്രി KSRTC ഇല്ലേ? KSRTC സംഭവം അതിന്റെ ഉപഭോക്താവാണോ? KSRTC സഞ്ചരിക്കുന്ന ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. സംസാരിച്ചോ? തനിക്ക് ഒരു വണ്ടി ബൈക്കിൽ ബൈക്ക് വാങ്ങണമെന്നുണ്ടോ? ഒരു സംസാരിക്കണം എന്നുണ്ടെങ്കിൽ താമിന് ഹെൽമെറ്റ് ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞില്ലേ ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ്. ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കാനുള്ള ധൈര്യം ആയിക്കോട്ടെ. ഇതാണ് സിനിമയില് ചാൻസ് ഒക്കെ ചോദിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ. ഇതാണ് നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ഒതുക്കുന്നത്, നമ്മളുടെ ഈ രീതിയിൽ ഒതുക്കാണ് ചെയ്യുന്നത്. പുതിയ ആൾക്കാർ പോലും നെഗറ്റീവായിട്ട് ബാധിക്കും. ഉദകപ്പോള പറഞ്ഞുള്ള ചാനല്, യൂട്യൂബ് ചാനല് എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. എന്തായാലും ഇൻസ്റ്റാഗ്രാമില് അതിന്റെ അവരെ ഫോളോ ചെയ്യാ. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, സാധ്യതകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അഭിനയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓക്കെ ബൈ.